ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മിനി ബീച്ച് വ്ളോഗാണ്. ഇത് വരുന്നു ട്രാം. ഞാനുള്ളത് ദുബായിൽ മെറീനയിലാണ്. ഈ ട്രാം ഇങ്ങനെ പോകും. ജുമേറ ബീച്ച് റെസിഡൻസിൻ്റെ ഇവിടെ ഇങ്ങനെ ഫുള്ള് കവർ ചെയ്യും. അപ്പോൾ നമുക്ക് നടന്ന് കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതാണ് ട്രാമിൻ്റെ ട്രാക്ക്. ഉണ്ടോ? അപ്പോൾ നമ്മൾ ബീച്ചിലോട്ട് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ഉണ്ടോ ദുബായ് മെറീന ബീച്ചിലെ മറ്റേ ജെയിൻ്റെ ഇത് കണ്ടോ, സർക്കിൾ കാണുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ബീച്ചിലെത്തിയിട്ട് ശരിക്ക് കാണിച്ചു തരാം. ഓക്കെ, കമോൺ. ഇപ്പോൾ ഇവിടെ ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ. ഈവനിങ് ടൈം ഒരു 4:45 ആയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ബിൽഡിംഗ് സി ലെഫ്റ്റ് സൈഡ്. ഇതാണ് ലേക്ക്. ഇതിവിടെ നമ്മൾ നടന്നു പോകുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ അവിടെ കുറേ ആൾക്കാരവിടെ ഇരിക്കുന്നത്, ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ലേക്ക് കാണും. ഈ ലേക്കിനകത്ത് ഒരുപാട് ബോട്ടുകളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈവനിങ്ങിലായതുകൊണ്ട് നല്ല വൈബാണ്. ഇപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ, ഇതിപ്പോൾ നമുക്കവിടെ ബീച്ച് സൈഡിനകത്ത് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ആൾക്കാരവിടെ ഇരിക്കുന്ന, ഇവിടെ കുറേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചായ കാര്യങ്ങൾ കുടിക്കുന്നു. ഇതിവിടുത്തെ ബോട്ടും കാര്യങ്ങളൊക്കെ. ഇത് ഇങ്ങോട്ട് നോക്ക്, മേലോട്ട്. ഇവിടുത്തെ ഓരോരോ ബിൽഡിങ്ങൾ. എന്താ ആർക്കിടെക്ചർ! ബോട്ട് ജെട്ടി പോലെ അവിടെ കുറേ ബോട്ടുകൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ലേക്ക് സൈഡിനോട് നമുക്ക് ബൈ പറയാം. ഓക്കെ, ബൈ ബൈ. ഇതേ കണ്ടോ ഒരു ബോട്ട് പോകുന്നു. ഇതേ അടുത്ത ട്രാമുതേ പോകുന്നു. അവിടെ ഈ ലേക്കിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് കുറേ ആൾക്കാർ അവിടെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതിവിടെ ഒരു ഫോട്ടോ പൊസിഷൻ എന്ന് പറയാം. ഒരു ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുന്ന ഒരു സൈറ്റ് ഉണ്ട് ഇവിടെ. ഇവിടെ കുറേ ആൾക്കാർ ബീച്ചിൽ നടന്നു പോകുന്നുണ്ട്. ഇതേ നമ്മളെ ബോട്ട് പോയി. അപ്പോൾ അവിടെ കുറേ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബീച്ചിലോട്ട് പോവാം. നമ്മൾ ബീച്ചിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ഇവിടെ ഒരു വലിയൊരു സിഗ്നലാണ്. ഈ സിഗ്നൽ ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. ഇവിടെ സീബ്ര ലൈൻ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടുത്തെ വണ്ടിക്കാർക്ക് ഭയങ്കര ഇതാണ് സിഗ്നൽ. ഇവിടെ സിഗ്നൽ റെഡാണ്. ഗ്രീൻ ആയി കഴിഞ്ഞാൽ നമുക്ക് പോകാം. നമുക്ക് പോകണ്ടേ ആ സൈഡിലോട്ടാണ് പോകണ്ടേ. മോനെ ബീച്ചിൻ്റെ അടുത്തോണ്ട് എത്തിയിരിക്കുകയാണ്. കണ്ടോ ചെയിൻ കണ്ടോ? ഞാനിവിടെ ഒരുപാട് കാലം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഞാൻ ഈ സമയത്ത് ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. നമുക്കിപ്പോഴുള്ള വ്യൂ ഒന്ന് കാണാം. പിന്നെ ഇവിടെ ദുബായ് സിറ്റി സൈറ്റ് സീയിങ്ങിൻ്റെ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ? ഇപ്പം നമ്മൾ ഈ ബസ്സിലെ ഡ്രൈവറുടെ അടുത്ത് ചോദിച്ചു ഞാൻ എത്രയാണ് അതിനെന്ന്. 300 AD പറഞ്ഞിട്ട് അടുത്ത് ദുബായ് ഫുള്ള് കവർ ചെയ്യുന്ന പറഞ്ഞു. നമ്മളിവിടെ JBR എത്തിക്കുകയാണ്.
ഗോയ്സ്, അങ്ങനെ നമ്മൾ JBR ബീച്ച് എത്തിയേക്കാണ്. ജുമേറ ബീച്ച് റെസിഡൻസ്. എൻ്റെ മോനെ, എന്താ പൊള്ളി വൈബിടോ. ഈ ടൈമിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. കാരണം ഒന്നില്ലെങ്കിൽ നമുക്ക് ടൈം ഉണ്ടാവില്ല. ടൈം ഉണ്ടെങ്കിൽ നമ്മൾ വരുന്നത് നൈറ്റിൽ, അല്ലാന്നുണ്ടെങ്കിൽ വെയിലാറിയിട്ടൊക്കെ ആയിരിക്കും. എന്താ വൈബ്. ഇവിടെ നമുക്ക് കിഡ്സ് പാർക്ക് കണ്ടോ. കുട്ടികൾക്ക് ഊഞ്ഞാലാടേണ്ട ആൾക്കാർക്കൊക്കെ ഊഞ്ഞാലാടാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ കുട്ടികൾ ആടുന്നുണ്ടോ. ഇവിടെ ഫുള്ള് ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നുണ്ടോ കുട്ടികളെ ഓടിക്കാൻ. അപ്പോൾ നമുക്കിനി ബീച്ച് ഒന്ന് ചുറ്റി കറങ്ങി കാണാം. ഓക്കെ, നടന്ന് കാണുന്നതിന് മുമ്പ് ജസ്റ്റ് ഇവിടുത്തെ വ്യൂസ് കാണിച്ചു തരാം. ഇതാണ് ജെയിൻ, നമ്മൾ അവിടെ നിന്ന് റോട്ടിൽ നിന്ന് കണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സൺസെറ്റിൽ നിന്ന് ഇവിടുന്ന് കാണാം. ഓക്കെ, സൺസെറ്റ് കണ്ടിട്ട് നമുക്ക് പോകാം. ഇവിടെ ബീച്ചിൻ്റെ അടുത്ത് വന്നിട്ട് ഇരിക്കേണ്ട ആൾക്കാർക്ക് ഇവിടെ ഇരിക്കട്ടോ. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാവും. കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടോ. രണ്ട് ബീച്ചൊക്കെ നോക്കി അങ്ങനെ ഇരിക്കാം. സമയം പോകണറിയില്ല. ഇവിടെ കുറേ ഫാമിലി, കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഉണ്ടോ, ബീച്ചിൽ മണലിൽ ഇരിക്കുന്നുണ്ടോ. ഇവിടെ പിന്നെ വെള്ളത്തിൽ കൂടെ പോകുന്ന കാറുണ്ട് കേട്ടോ. വാട്ടർ അഡ്വഞ്ചർ ദുബായ്. ഇതാണ് ആ കാറ്. നമുക്ക് ഇവരുടെ അടുത്ത് ചോദിച്ചോക്കെ എത്രയാണിത്. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് കാർഡ് കേട്ടോ. ഇവിടെ ജെറ്റ് ബോട്ട് കാറിന് 2 സീറ്റ് 800 AD 15 മിനിറ്റിന് 1200 AD. 4 സീറ്റ് ആണെങ്കിൽ 1200 AD. 30 മിനിറ്റ്സ് ആകുമ്പോൾ 2000 AD. അത് ബോട്ടിനനുസരിച്ച് കേട്ടോ. 4 സീറ്റ് ആണെന്നുണ്ടെങ്കിൽ 2 സീറ്റ് അരമണിക്കൂറിന് 1500 ദിറംസ്. 1000 ദിറംസ് അടച്ചാൽ 1 മണിക്കൂർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ എവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ജെറ്റ് സ്കൈ എന്ന് പറയുന്ന സംഭവമാണ്. ജെറ്റ് സ്കൈ ബ്ലൂ കളർ എൻ്റെ അടുത്ത് പറഞ്ഞത്. 250 ദിറംസ് 2 പേർക്ക്. ഇതാണ് ആ ബ്ലൂ ജെറ്റ് സ്കൈ. 250 മിനിറ്റ്സ് 15 മിനിറ്റിന് 250 2 ഇതിൻ്റെ എല്ലാ വണ്ടികളുടെ എല്ലാം ജസ്റ്റ് അടുത്തൂടെ കാണിച്ചു തരാം കൊണ്ടുപോയിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് വരുന്നത് കേട്ടോ. ഇവിടെയാണിത് സ്റ്റാർട്ടിങ്. വെള്ളത്തിൽ കുറേ റൈഡേഴ്സ് ഉണ്ട്. നമുക്ക് കുറച്ചുകൂടെ അടുത്തോട്ട് പോയിട്ട് കാണാം. ഇവിടെ നല്ല തിര വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഷൂ ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് 2 ആൾ കയറാൻ പോകുന്നുണ്ട്. ജെറ്റ് സ്കൈ, ഇതിൻ്റെ പേര് ജെറ്റ് സ്കൈ. അങ്ങനെ ഇത് കരക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലോട്ട് അവർ കയറുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ ഇങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ പറ്റില്ല. മോനെ 2 ആൾ അതിനകത്ത് കയറിയിരിക്കുകയാണ്.
ഇതിവിടെ കുറേ ആൾക്കാർ വെയിറ്റിങ്ങിലാണ്, ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അടുത്ത വണ്ടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് അതിൻ്റെ കോച്ച് ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആൾ ഉന്തി വിടുന്നു. അപ്പോൾ കോച്ചർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. കേൾക്കുന്നു അവർ ഫോട്ടോ ചോദിക്കുന്നുണ്ട്. വാ പൊളി പോകുന്നുണ്ട്, എന്താ അടിപൊളി. ബാക്ക് കൂടെ അതിൻ്റെ വള്ളമൊക്കെ ചീറ്റുന്നുണ്ടോ എൻ്റെ പൊന്നെ. പൊളിയായിട്ട് രണ്ടാളുണ്ടെങ്കിൽ സെറ്റാണ്. തിരമാല കാലിൻ്റെ ഒട്ടിക്കിരുന്നു. അടുത്ത ടീം റൈഡ്. ഇവർ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നു ഇവിടെ. ആള് ഇത് കറക്കി വിട്ടു. അവർ റേസാക്കുന്നത്. ഓ മച്ചം പൊള്ളിയാണ്, എന്താ പോക്കുന്നറിയോ. ആ ഫ്രണ്ടൊക്കെ പൊക്കാൻ നോക്കുന്നുണ്ട്. ആ ആള് പോയി അവിടെ എത്തി, കാണല്ല. ആ പോകുന്ന ആള്. പിന്നെ ഇവിടെ ഇപ്പോൾ ബോട്ട് ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ട്. ഒന്ന് സൺസെറ്റ് ആവാനായിട്ടില്ല അവിടെ. ആൾമോസ്റ്റ് സൺസെറ്റ് ആവാനായി. പക്ഷെ ടൈം ഇവിടെ സമയം 5:10. സാധനം കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർ ഈ തോണിയിൽ പോകുന്നത്. ഇപ്പോൾ അവൻ പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെയാണ് തുഴയേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ടീം പോവാണ്. ഉന്തി വിട്ട് തിരയിലൂടെ പോകാൻ തുടങ്ങി. അയ്യോ നല്ല തിര വരുന്നുണ്ട്. തിര വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നല്ല മൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തുഴഞ്ഞു കൊടുത്താൽ മതി, അങ്ങനെ പോയിക്കോളും. നല്ല അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നിട്ടോ ദുബായ് മെറീനിൽ. അടിപൊളി, ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ പൈസ ഇല്ലാത്ത ടീമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ചാടുകയൊക്കെ ചെയ്യാം കേട്ടോ. അതിനൊന്നും പ്രശ്ന കാര്യങ്ങളൊന്നുമില്ല. ഇത് ഇവരുടെ റൈഡിങ്ങിൻ്റെ ഒരു സൈഡാണ്. ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കയറിട്ട് കണ്ട് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ സൈഡിലോട്ട് കേട്ടോ, അവിടെ ആൾക്കാർ വെള്ളത്തിൽ കറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കരയിൽ കുറേ ആൾക്കാർ ഇവിടെ ഫുള്ള് ചില്ലൗട്ട് ചെയ്യാൻ വന്നു. പിന്നെ ഇതിൻ്റെ ബാക്കിലെ വ്യൂസ് ആണ് കാണുന്നത്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ. ഇവിടെ ചെറിയ കുട്ടികളൊക്കെ വെള്ളത്തിൽ ചാടുന്നുണ്ടോ. തിരമാലാണ്ട് ഓടുന്നു ചെറുത്ത്. ഇവിടെ കുട്ടികൾ കുത്തി കുഴി ഉണ്ടാക്കിക്കുന്നുണ്ടോ.
കളിക്കുന്നുണ്ടോ. പിന്നെ ഇവിടെ വെള്ളത്തിൽ അവിടെ അങ്ങ് കുറച്ച് ലോങ്ങിനകത്ത് കുറച്ച് വലിയ ക്ലോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബോട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ട് ആ ലൈറ്റ് കാണുന്നുണ്ടല്ലോ, അങ്ങോട്ട് നടന്നു പോയേക്കാം. അവിടെ നിന്ന് കിട്ടുള്ള വ്യൂസ് എങ്ങനെയുണ്ട് സൈറ്റ് നോക്കാം. ഇവിടെ പിന്നെ സൺസ്ക്രീനൊക്കെ ഇട്ടുങ്ങാണ്ട് വെയിലത്ത് കിടക്കുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ അത് ചെയ്യേണ്ട ആൾക്കാർക്ക് അവിടെ ഇരിക്കാം. അതിനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് ബീച്ചിൻ്റെ ഒരു ഫുൾ വ്യൂ ഒന്ന് ഞാൻ കാണിച്ചു തരാം. കാരണം ഇവിടുത്തെ ബീച്ചിൻ്റെ ഓയോ ചെക്കന്മാരെ വെള്ളത്തിൽ മുങ്ങി കുളിക്കുകയാണല്ലോ. സൺസെറ്റ് ആവാനായിട്ടുണ്ട്. സൂര്യൻ ഏകദേശമൊക്കെ വെള്ളത്തിലോട്ട് മുങ്ങാനായിട്ടുണ്ട്. നല്ല അടിപൊളി പരിന്താണോ കൊക്കാണോ എന്നൊന്നും അറിഞ്ഞില്ല. പ്രാവിനെ പോലെ ഉണ്ട്. കണ്ടിട്ട് കണ്ടോ അവിടെ ഇരിക്കുന്നുണ്ടോ. സായാഹനായിട്ടുണ്ട് അവിടെ. സായാഹനം പ്രാക്കള്. അപ്പോൾ ഗൈസ് ഇവിടുത്തെ ഒരു സായാഹനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രാക്കളും എല്ലാം ഉണ്ട്. നല്ല അടിപൊളി, നല്ല വൈബ്, നല്ല കാറ്റും ഉണ്ട്. നല്ല അടിപൊളി കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ദുബായിൽ. ചൂടും അല്ല തണുപ്പും അല്ലാത്ത നല്ല അടിപൊളി ഒരു ക്ലൈമറ്റാണ്. ഇപ്പോൾ ദുബായിലൊക്കെ ടൂറൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ വന്നാൽ മതി. ഡിസംബർ ജനുവരി മാസങ്ങളിൽ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഇതൊക്കെ ഇവിടെ ഉച്ചക്കൊക്കെ വരികയാണെങ്കിൽ ഇവിടെ സൺസ്ക്രീനൊക്കെ ഇട്ടുങ്ങാണ്ട് കടക്കട അവിടെ. ഇതൊക്കെ പെയ്ഡാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ഈവനിങ് കാഴ്ച എന്ന് പറയുന്നത്. ഇത് സൺസെറ്റ് ആയിട്ടോ അവിടെ. അയ്യോ തിരമാല എൻ്റെ അടുത്തോട്ട് വന്ന് എന്നെപ്പത്തേനെ കുളിപ്പിച്ചായിരുന്നു. വയ്യ ഇനി കുളിക്കാൻ. ആൾറെഡി ഒരട്ടം കുളിച്ചതാണ്.
കടലിൻ്റെ ഉപ്പുവെള്ളം ഇനിയും മാറ്റാൻ വയ്യ. സൺസെറ്റായി സൂര്യൻ പകുതി കടലിൽ മുങ്ങിയിരിക്കുന്നു ഗൈസ്. വാവ്. ഗൈസ്, ഞാൻ ഈ ജെയിനിൻ്റെ ഒരു ക്ലോസ് വ്യൂ കാണിച്ചിരുന്നു. ഇവിടുത്തെ ആൾ പറഞ്ഞത് ബീച്ച് ക്ലോസ് ചെയ്തെന്നാണ് പറയണത്. ഇവിടെ സമയം ഇപ്പോൾ പറയുകയാണെങ്കിൽ 1 മിനിറ്റ് പറഞ്ഞുതരാം. ഇവിടെ 5:25 ഇപ്പോഴത്തേക്ക് ബീച്ച് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞു. ഇതാണ് ഇവിടുത്തെ ജെയിനിൻ്റെ ഒരു ക്ലോസ് വ്യൂ. ആൾമോസ്റ്റ് ഇതിൻ്റെ അടുത്തെത്തിയ പോലെ ഉണ്ട്, പക്ഷേ അടുത്തൊന്നുമല്ല, കുറച്ച് ഡിസ്റ്റൻസ് തന്നെയാണ് കാണുന്നത്. ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്, പക്ഷെ എന്നാലും കണ്ടാൽ നമുക്ക് തോന്നും കുറച്ചും കൂടെ അടുത്തെത്തിയെന്ന് തോന്നും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച. അയ്യോ, നല്ല അടിപൊളി പ്രാക്കളൊക്കെ ഉണ്ട് കേട്ടോ, പാറി പറന്ന് നടക്കുന്നു. പിന്നെ അവിടുന്ന് വിസിലടി തുടങ്ങിയിട്ടുണ്ട്. ബീച്ച് അയ്യോ, വലിയൊരു തിര വന്ന് അതിൽ ഞാൻ പെട്ടുപോയി വിചാരിച്ചു, പക്ഷേ എന്തോ ഒരു ജസ്റ്റ് മിസ്സിന് ഞാൻ രക്ഷപ്പെട്ടു. ആ, എനിക്ക് തോന്നുന്നപ്പോൾ ഈ ബീച്ചിൻ്റെ ഇതിൻ്റെ വിൻഡൊക്കെ അഥവാ കാറ്റൊക്കെ ഉണ്ടല്ലോ, അത് കൂടി തോന്നുന്നു. തിരമാലയൊക്കെ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് കുറച്ചും കൂടെ വലിയ തിരമാല വരാൻ തുടങ്ങി. അതുകൊണ്ടായിരിക്കും ഇവർ കയറാൻ പറഞ്ഞത്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞിടാം. നമുക്ക് കാലാവസ്ഥയെക്കുറിച്ച് കാലാവസ്ഥ നിരീക്ഷകർക്ക് കേരളമല്ല അതൊക്കെ കൂടുതലായിട്ട് അറിയാം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സമയത്ത് ഇങ്ങനെ കുറേ പ്രാക്കൾ ഇങ്ങനെ പാറി നടക്കുന്നതാണ് കണ്ടോ. ചെയിൻ്റെ ആ ഒരു സർക്കിൾ മാത്രമേ ഇടയുക. ആകാശമെല്ലാം ശരിക്കും ശോഭിച്ചു. നമ്മളിങ്ങനെ ലാസ്റ്റ് ആ എൻഡിലോട്ട്, ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ല, ആ ലൈറ്റ് കത്തുന്ന ആ സൈഡിലോട്ട് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ, വെള്ളത്തിൽ പൊന്തിക്കണം കണ്ട് ട്യൂബ് പോലത്തെ സംഭവം, അതൊക്കെ ഇവിടെ ഇതിൻ്റെ അടിയിൽ കയറിട്ട് വരി കെട്ടിയിട്ട് നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഓ, ഇവിടെ ഒന്നുകൂടെ പൊളിയാണ് കേട്ടോ. ഇവിടെ ടോപ്പ് തിരമാല. വാവ്, നിങ്ങളൊരു ബീച്ച് ലവർ ആണെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ടതാണ്. അമ്മാരി ടോപ്പ് തിരമാലയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നല്ല അടിപൊളിയുണ്ടാവും, എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. അവിടെ കുതിരനെ പോലെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ട്യൂബ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ റൈഡിങ് ഒന്നും ഇതുവരെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അവിടെ കുറേ റൈഡേഴ്സിന് പോയി കാണുന്നുണ്ട്. മോനെ ഇവിടെ കൂടുതൽ സോപ്പ് കൂടി കലക്കിയ പോലെ അത്രയും മുതലാ വരാ.
വെള്ളത്തിലിരുന്നായിട്ട് സെൽഫി എടുക്കുന്ന കൂട്ടുകാരുണ്ടോ? കൂട്ടുകാരൊന്നല്ല കേട്ടോ, വേറെ കൂട്ടുകാർ. ഇത് ഞാൻ ഇവിടുത്തെ ഒരു ഈവനിങ്ങിലൊരു വൈബ്, ഇവിടുത്തെ ഒരു കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു കേട്ടോ. തിരമാല ശക്തി കൂടിയ ഇതുകൂടെ എല്ലാ ആൾക്കാരും ഫോൺ എടുത്തിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ലാസ്റ്റ് എൻഡിലോട്ട് പോയോക്കെ. ഞാൻ പറഞ്ഞു ലാസ്റ്റ് എൻഡ്. എനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തോന്നുന്നു അവിടെ ലാസ്റ്റത്തെ ആ സൈഡിലാണ് നല്ല അടിപൊളി തിരമാല. എൻ്റെ മോനെ ഇവിടെ വരെ വന്നു കേട്ടോ, അടിപൊളി. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. തിരമാലയുടെ കളി കടലമ്മ രക്ഷിച്ച്. അപ്പോൾ ഗൈസ്, ഞാനാ പറഞ്ഞ സ്ഥലം ഇവിടെയാണ്. ഒന്നല്ല, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞല്ലേ ആ ഇതിൻ്റെ ലാസ്റ്റിൻ്റെ വരെ പോകുന്നു. അയ്യോ ഞാൻ വീണേ. അല്ലാ, ഞാനിവിടെ ഇരുന്ന് ഗൈസ് വീണ് തിരമാലകളിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയതാണ്. ഞാനിവിടെ വീണ്. ഞാൻ ഇനി ഇവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഇരിക്കാനെങ്കിലും സമ്മതിച്ചാൽ മതിയായിരുന്നു. നേരം എന്റെ പുറത്തൂടെ ഒട്ടകം പോയോ ഞാൻ അറിഞ്ഞില്ല. ഹായ് ബ്രോ. കേസ് ഒട്ടകം പോകുന്നുണ്ടോ? എന്റെ പുറത്ത് കൂടെ ഒട്ടകം പോയി, ഞാൻ അറിഞ്ഞില്ല. എന്റെ അമ്മോ, പൊളി 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 പൊളിയേ. അയ്യോ, അപ്പത്തേക്ക് ഇവിടെ വെള്ളം കയറുന്നു. ഒട്ടകം അതങ്ങനെ നടന്നു പോകുന്നു. കേസ് ഇവിടെ കുറേ ആൾക്കാർ ഇവിടെ കാഴ്ചകളെല്ലാം കണ്ടിരിക്കുന്ന വേടെ നിന്നിട്ട്. ജെയിനിൻ്റെ വ്യൂ, ഇപ്പോഴത്തെ വ്യൂ. ഇവിടെ ഇങ്ങനെ കാലാവസ്ഥ അങ്ങനെ ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് ഇവിടുത്തെ ബ്യൂട്ടി കൂടിക്കൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ തിരമാല ഒന്ന് ബേക്കോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ബേക്കിലൊരു ഒട്ടകം വന്നത്. ഗൈസ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗൈസ് എക്സൈറ്റഡ് ആയിപ്പോയി ശരിക്കും. ഒട്ടകത്തിൻ്റെ ഡ്രൈവർ വരെ ടീക്കെ പറഞ്ഞിൻ്റെ അടുത്ത്. എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു പോയി ഇന്നത്തെ വിനിങ്. നല്ല പൊള്ളി, അടിപൊളി പറഞ്ഞാലോ, ഭയങ്കര പൊളി. നിങ്ങൾ ബീച്ചിനെ എത്രമാത്രം സ്നേഹിക്കുന്നു എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ബീച്ചിനെ ഭയങ്കരമായിട്ട് ലവ് ചെയ്യുന്നതാണ്. ഞാൻ ബീച്ച് പോകാത്ത സമയങ്ങളില്ല. ഒഴിവ് കിട്ടുമ്പോഴെല്ലാം ഫ്രീ ആകുമ്പോഴെല്ലാം ഫ്രണ്ട്സിനോട് ബീച്ച് പോകും. അപ്പോൾ ഞാനിത് ഒറ്റക്കും ബീച്ചിൽ വന്നിരിക്കുന്നു. പക്ഷേ എനിക്ക് എന്താണെന്നറിയാം, നമ്മുടെ കോഴിക്കോട് ബീച്ചിലുള്ള അത്ര വലിയ ഹെവി തിരമാലൊന്നും ഞാനിവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇനി വേറെ ഏതെങ്കിലും ബീച്ചിലുണ്ടാവും, പക്ഷേ ഇവിടെ ആൾക്കാർ റെസിഡൻസ് ഉള്ളതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. നമ്മളെ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് വരില്ല, 2 ആൾ ഹൈറ്റിലത്. ഇവിടെ അത്രയ്ക്കില്ല. എന്നാലും പക്ഷേ ഞാൻ വന്നതിനേക്കാൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുണ്ട്, വലിപ്പം കൂടിയിട്ടുണ്ട്. ഗൈസ്, ഇപ്പോൾ ഇവിടുത്തെ ശരിക്കും നല്ലൊരു ഗൾഫ് വ്യൂ ഉണ്ടല്ലോ. പണ്ടാരോ പറഞ്ഞ പോലെ രാത്രിയാവുന്നവരും ഇതിന് ഇരുട്ട് കൂടുന്നവരും ഇതിന് ഭംഗി കൂടി വരുവാണല്ലോ. ഇവിടെ നിന്ന് നോക്കിയാൽ അടിപൊളിയാണ്. നമ്മൾ അവിടെ എൻഡിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ എത്തി. ഇതുണ്ടോ, ഏകാന്തതയിലേക്ക് വിജനം നട്ടിരി നിൽക്കുന്ന കുറേ ആൾക്കാർ. നല്ല അടിപൊളി കാറ്റാണ്. അതാണ് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇതെല്ലാം കയറിട്ട് കെട്ടിക്കുന്നതാണ്.
ഇനി കൂടെ വല്ല ഒട്ടകം പോകുന്നുണ്ടോ നോക്കണം. ഇവിടുത്തെ ബിൽഡിങ്ങുകളുണ്ട്. രാത്രിയായി ബിൽഡിങ്ങിലെല്ലാം ലൈറ്റ് ഇട്ട് തുടങ്ങി. നല്ല രസമുണ്ട് കാണാൻ. രാത്രി കാല കാഴ്ചകൾ. മേഘമൊക്കെ മൂടിയിരിക്കുന്നു. ബീച്ചിനെ സ്നേഹിക്കുന്ന എൻ്റെ ചങ്കുകൾക്ക് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത്ര വലിയ തിരമാലയിലും മുങ്ങുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റൂല. ഉണ്ടോ? തിരമാല വരുമ്പോൾ അവർ ചാടുന്നു. അപ്പോൾ ഒരു ബീച്ചിൻ്റെ ഒരു എൻഡ് ഇവിടെ എത്തി. ഇനി അങ്ങോട്ട് വരുന്നത് എനിക്ക് തോന്നുന്നത് അത് പ്രൈവറ്റ് ബീച്ചാണ് തോന്നുന്നത്. ഇവിടെയുണ്ടോ അവിടെ ചാക്ക് ഇങ്ങനെ ഇട്ടിട്ട്, അയ്യോ തിരമാല ചാക്ക് ആകെ പായൽ വന്നിട്ട് പച്ചപ്പ് വന്നിട്ട്. നമുക്കിതൊന്ന് കയറി നോക്കാം. അതിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം. പൊളി. ഇവിടെ കുറേ ഇങ്ങനെ ചാക്കാളുണ്ട്. ഞാൻ ഈ ചാക്കിൽ കയറി ഇവിടെ നിന്ന് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ മതി. ഇനി ഞാൻ നടന്നു പോകുന്ന സ്ഥലത്തോട്ട് ഇവിടെ ഉണ്ടോ? ഇവിടെ അതിൽ കുറച്ചൊക്കെ ആൾക്കാരുണ്ട്. അവിടെ രാത്രിയായി. സമയം 5:45 ഇവിടെ നിന്ന് കാണാൻ നല്ല അടിപൊളി രസം. നല്ല ഉയരത്തിൽ നിന്നിങ്ങനെ ഷൂട്ട് ചെയ്യാം. ഹബീബി കം ടു ദുബായ്. ഒട്ടകം അതേ പോകുന്നു. ഒട്ടകത്തിൻ്റെ അടുത്ത് പോയി പിടിക്കാം. അയ്യോ ഞാൻ ഓടുവാണ്. ഒട്ടകം എന്നെക്കാൾ സ്പീഡിലാണ് പോകുന്നത്. എനിക്ക് ഒട്ടകത്തിൻ്റെ സ്പീഡുമില്ല. ഒട്ടകത്തിൻ്റെ അടുത്തും ഒട്ടകത്തെ കണ്ടേക്കോണ്. ഇറങ്ങി വരുന്നത് ഗൈസ്. ഇതേ മരുഭൂമിയിൽ ഒട്ടകം. ഒട്ടകത്തെ ഓവർടേക്ക് ചെയ്തേക്കുവാണ്. ഒട്ടകത്തെ പോകുന്നു. ഫൈനലി നമ്മൾ ഒട്ടകത്തെ കണ്ട് ഒട്ടകം അതാ. അപ്പം അങ്ങനെ നമ്മൾ ഈ വ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. സ്റ്റേ ട്യൂൺഡ്.
ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സി യു. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഗെയ്സ്, ഞാൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇവിടെ നമ്മുടെ ജയിലിനകത്ത് ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, ഇപ്പോൾ ഒരു പുതിയൊരു ന്യൂ LED ലൈറ്റ് വന്നിരിക്കുന്നതാണ്, പുതിയ സ്റ്റൈലിൽ. എല്ലാം വെറൈറ്റി സ്റ്റൈലിലാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. വെറൈറ്റി ലൈറ്റൊക്കെ ആണ്. നേരിട്ട് കാണാൻ ഒന്നുകൂടി നൈസാണ്. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ. നേരിട്ടാകുമ്പോൾ നമ്മൾ ബീച്ചിൻ്റെ ആ ഒരു വൈബും അതുപോലത്തെ തിരമാലയുടെ സൗണ്ടും പിന്നെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ഈ ലൈറ്റൊക്കെ ആകുമ്പോൾ നല്ല കളർഫുള്ളാണ്, നല്ല ചില്ലോട്ടാക്കണം എന്നുള്ള ആൾക്കാർക്ക് കൂടെ. വീക്കെൻഡ് ഡേയ്സിലൊക്കെ എങ്ങോട്ട് പോകല്ലെങ്കിൽ നേരെ മെട്രോ കയറുക, നേരെ ദുബായ് മറീന ഒന്ന് ഇറങ്ങുക, നേരെ ബീച്ചിലോട്ട് നടന്നു വരിക. വൈകുന്നേരം ഒരു സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് വരിക. എന്നിട്ട് ഒരു രാത്രി 6 മണി 6-7 മണിയൊക്കെ പോയി കഴിഞ്ഞാൽ അതുപോലെയുള്ള രാത്രികാല കാഴ്ചകളൊക്കെ എല്ലാവരും കാണാവുന്നതാണ്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒറ്റക്കായിട്ടൊക്കെ വരാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് ദുബായ് മറീന ബീച്ച്. പക്ഷെ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ്ങിൽ വരണം. ഒരു 4:30-5 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ എത്താൻ പറ്റുന്ന രീതിയിൽ വരണം. എന്നിട്ട് ഒരു രാത്രി 6 മണി 7 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു എന്നിട്ട് പോകണം. എന്തെങ്കിലുമുള്ള നമുക്കിത് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും പറ്റുള്ളൂ. ഒരു ജസ്റ്റ് ഒരു കാണാൻ വരുന്ന ആൾക്കാരാണ് കേട്ടോ. റൈഡിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ അതിനനുസരിച്ച് അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്ത് വരണം. ഉണ്ടോ അപ്പോൾ പുതിയ സ്റ്റൈലിൽ വന്നില്ലേ? ഇത് ഓരോ ടൈം ഓരോ വെറൈറ്റി സ്റ്റൈലിലാണ് ലൈക്ക്. എല്ലാവരും കണ്ടിരിക്കുക. ഞാൻ ഒന്നും പറയുന്നില്ല, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഇത് വീഡിയോ കുറേ ലെങ്തി ആയി പോകുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ ഇതിൻ്റെ ലൈറ്റ് കണ്ടുകൊണ്ട് കളറും പല പല സ്റ്റൈലിലായതുകൊണ്ട് എനിക്കാണ് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാനും തോന്നുന്നില്ല. ഞാൻ പിന്നെ കാണാത്ത ആൾക്കാരെ കൂടെ കണ്ടോട്ടെ വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നു. എല്ലാവരിലോട്ട് എത്തട്ടെ. കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരെല്ലാവരും ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിക്കും എല്ലാം നിങ്ങളുടെ കൊളീഗ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞു ഗൈസ്. ഇനി അടുത്ത വർക്ക്.
അപ്പോൾ ഞാൻ കുറേ ഇങ്ങോട്ട് നടന്നു പോകുന്നു കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് എത്താനായി. ആൾമോസ്റ്റ് ഇതിൻ്റെ നിയറസ്റ്റ് ആണ്. പക്ഷേ നിയറസ്റ്റ് മീൻസ് ബീച്ചാണ്. ബീച്ച് അത്ര വലിയൊരു ലെങ്തി അല്ല, അത്ര നല്ല വീതിയില്ല. അങ്ങോട്ട് മേലോട്ടുണ്ട്. പക്ഷേ അവിടെ കണ്ടോ കുറേ ബിൽഡിങ്ങുകൾ കണ്ടോ, കുറേ പച്ച ലൈറ്റ് അവിടെയാണ് ഇതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്. ഇതിൻ്റെ പില്ലറ് കാര്യങ്ങൾ അതവിടെ ഡിസ്റ്റൻസിലൊന്നല്ല, ആൾമോസ്റ്റ് ക്ലോസ്ഡാണ്. കാണുമ്പോൾ കേട്ടോ, ഇനിയിപ്പോൾ എത്ര ഉണ്ടെന്ന് അറിഞ്ഞൂടാ. കാണുമ്പോൾ അടുത്തായിട്ട് കാണുന്നത്. മറ്റേ ഞാൻ ആ ലോങ്ങിലായിരുന്നു. നേരത്തെ ഒട്ടകം പോയിരുന്നു, ഒട്ടകത്തിൻ്റെ പുറകെ പോയതാണ്. നേരത്തെ ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ഒട്ടകത്തിൻ്റെ പുറത്ത് കൂടെ പോയത്. ഒട്ടകം അത് ചവിട്ടാത്ത ഭാഗ്യം. ഒട്ടകാനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ കടന്നായിരുന്നു.